ഹലോ കൂട്ടുകാരെ, ഇത് നമ്മുടെ താരിക്കുട്ടിയുടെ ചോറൂണ് വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചൊരു കുഞ്ഞു ലോങ് വീഡിയോ ഇടാന്ന് വിചാരിച്ചു. കുറച്ചാളായി ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പം ഞാനും ചേട്ടൻ്റെ അമ്മയും ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും കൂടി ആട്ടോ പോയത്. പിന്നെ നമ്മുടെ മിലോസും ഉണ്ട് കേട്ടോ കൂടെ. അങ്ങനെ ഞങ്ങളൊരു 7:45 കഴിഞ്ഞു ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാരും കൂടെ നല്ല അടിച്ചു പൊളിച്ച് പാട്ടൊക്കെ ഇട്ട്. പക്ഷെ ഞാൻ അല്ലാണ്ട് വോയിസ് ഓവർ കൊടുക്കാന്ന് വെച്ചപ്പം വണ്ടിയിൽ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, കോപ്പിറൈറ്റ് കിട്ടൂലേ. അപ്പൊ ഒരു 7:45 ആയപ്പോഴത്തേക്കും, അല്ല 8:45 ഞങ്ങൾ അവിടെ എത്തി കേട്ടോ. ഇത് അമ്പലത്തിന്റെ പുറകുവശമാണ്. എന്റെ ഔട്ട്ഫിറ്റ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് എല്ലാരും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ചുരിദാറാണോ അതോ ജീൻസാണോ ചേരുന്നതെന്ന്. അപ്പൊ ഞങ്ങള് വണ്ടി പിന്നെ ഞങ്ങൾ താഴെ ഫ്രണ്ടിലാട്ടോ ചേട്ടൻ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ അമ്പലത്തിന്റെ ഫ്രണ്ടിലോട്ട് പോവുമായിരുന്നു. അവിടെ ആശ്രമത്തിലുള്ളൊരു കൃഷ്ണൻകോവിൽ വെച്ചായിരുന്നു താരുന്റെ ചോറൂണ്. ഞങ്ങൾ അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും താരവും എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ അമ്പലത്തിലോട്ട് കയറി. അവിടെ പോയി ചോറൂണിന്റെ റെസിപ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിനകത്തോട്ട് കയറുക കേട്ടോ. അപ്പോൾ അവിടെ മഞ്ചാടിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ മഞ്ചാടിയൊക്കെ നോക്കി അത് വരാൻ പറ്റുമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അമ്പലത്തിനകത്ത് കയറി. അപ്പൊ നമ്മുടെ താരു ചോറിനെ വെയിറ്റ് ചെയ്തിരിക്കുവാണേ. അങ്ങനെ ഞങ്ങളുടെ താരുവിനും ചോറ് കൊടുത്തു. ചേച്ചിയും ചേട്ടനും പിന്നെ ചേട്ടൻ്റെ അമ്മയും ചക്കര ചേച്ചിയും മാത്രമേ ചോറ് കൊടുത്തുള്ളൂ. അധികം ആരും അങ്ങനെ താരുവിന് ചോറൊന്നും കൊടുത്തില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മള് താരുമ്മയ്ക്ക് തുലാഭാരം ഉണ്ടായിരുന്നു. അങ്ങനെ തുലാഭാരത്തിനായിട്ട് പുറത്തായിരുന്നു, അമ്പലത്തിന്റെ പുറത്തായിരുന്നു. അങ്ങനെ ചോറൂണൊക്കെ കഴിഞ്ഞ് എല്ലാരും അമ്പലത്തിന്റെ പുറത്ത് വന്നു. നമ്മുടെ താരുമ്മയ്ക്ക് പഞ്ചസാരയിലായിരുന്നു കേട്ടോ തുലാഭാരം നേർന്നിരുന്നത്. നമ്മുടെ താരു കരഞ്ഞൊന്നും ഇല്ലായിരുന്നു കേട്ടോ, നല്ല കുട്ടിയായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ചാനൽ. അപ്പൊ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.